തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോൾ ഇടതുപക്ഷത്തിന് ഒരടി കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ കെ ബി ഗണേഷ് കുമാറിനെതിരെയുള്ളൊരു ആരോപണം. വ്യക്തിപരമാണ് ആരോപണമെങ്കിലും അത് മാധ്യമങ്ങൾ വലിയ ആഘോഷമാക്കി ആരോപണവും അങ്ങനെ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇന്നിപ്പോൾ പറയുന്നത് അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ പറഞ്ഞെല്ലാം തീർത്തു, എനിക്ക് ഗണേശനെ വിട്ട് അങ്ങനെ ഒരു ജീവിതമില്ല എന്നൊക്കെയാണ് ഭാര്യ പറയുന്നത്. പക്ഷേ 2 ദിവസമായിട്ട് ഇത് ചർച്ചയിലാണ്. ഗണേഷിനെ സംബന്ധിച്ച് ഗണേഷ് അതിനു മുന്നേ പത്രസമ്മേളനമൊക്കെ നടത്തി 5000 നമ്പരുമൊക്കെ പറഞ്ഞു. ഏറ്റവും കൂടുതൽ വാജ്പേയി പ്രണയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഭാര്യമാർക്കേ ഭർത്താവിൻ്റെ ഇടി കിട്ടുന്നത് ഒരു സുഖമുള്ള കാര്യമാണ്. ഹിസ്റ്റോറിക്കലി അതാണ്. പഴയൊരു കഥയുണ്ട്. ഈ ഭർത്താവ് ദിവസവും തല്ലും. ഒരു ദിവസം ഭർത്താവ് മരിച്ചു. പിറ്റേ ദിവസം ഇവർക്ക് തല്ല് കിട്ടാഞ്ഞിട്ട് ശരീരത്തിനൊരു സുഖമില്ല. ഇവർ ഈ നമ്മളുടെ പഴയ അമ്മിക്കല്ലുണ്ടല്ലോ, അത് ഓലപ്പരയാണ്, അതിൻ്റെ മുകളിലേക്ക് എറിയും. അപ്പോൾ അമ്മിക്കല്ല് ഉരുണ്ട് താഴത്തേക്ക് വരുമ്പോൾ ഇവരവിടെ നിന്ന് കൊടുക്കും. അത് ഡും എന്ന് മുതുകത്ത് വീഴും. പിന്നെ ഇതെടുത്ത് എറിയും. പിന്നെ ഇതാണ് ചരിത്രം. അപ്പോൾ അവർക്കിത് നാളെ കിട്ടിയാൽ മതിയാകൂ എന്നുള്ള ഭാര്യമാരുമുണ്ട്. പഴയ കാലത്ത് ഈ കഥയുണ്ടാവാൻ കാര്യം അതാണ്. അന്ന് ഈ സ്ത്രീകൾക്ക് പരാതി പറയാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല, അതാരും ആലോചിക്കാറുമില്ല. വിവാഹമോചനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വാർത്തയാണ്. ഭയങ്കര കാശൊക്കെയുള്ള വലിയ കുടുംബങ്ങളിലാണ് വിവാഹമോചനം പലപ്പോഴും. അതും കോടതിയിലൊന്നും പോവില്ല. അവരിപ്പോൾ അച്ഛൻ്റെ കൂടെ എത്രയോ നാളായി, മറ്റേ പുള്ളി ഇല്ല, അയാൾ വേറെ ആരുണ്ട് കൊണ്ട് നിർത്തിയിരിക്കുന്നതൊക്കെ കേട്ട് നമുക്കെന്ത് കാര്യം എന്ന് പറഞ്ഞ് ഇതാണ് വിവാഹമോചനം. ഇതിനപ്പുറത്തേക്ക് കടലാസോ കോടതിയോ അങ്ങനെയൊന്നുമില്ല. പിന്നെയാണ് ഈ സ്ത്രീ സ്വാതന്ത്ര്യം ഇവരെ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പുരുഷന്മാർ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് സ്ത്രീകൾ, അങ്ങനെ മെല്ലെ ഈ ഒരു സ്ത്രീകളുടെ അവകാശം എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടാണ് ഇപ്പോൾ ഈ വകുപ്പും ചട്ടമൊക്കെ ഉണ്ടാക്കിയത്. പണ്ടൊക്കെ ഒരു പെണ്ണിനെ ശല്യം ചെയ്ത് പിന്നാലെ നടന്നു കഴിഞ്ഞാൽ ഒരു ശിക്ഷയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവൻ്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നത് ഒരു കാര്യം ചെയ്യും, ഞാൻ വരാം. ഡെയിലി വൈകുന്നേരം കോളേജ് കഴിഞ്ഞ് വരുന്ന മകളെ ബസ് സ്റ്റോപ്പിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ അച്ഛനവിടെ കാത്തു നിൽക്കുക, അടുത്ത മുറുക്കാങ്കടയിൽ, രാഷ്ട്രീയമൊക്കെ പറഞ്ഞു. അപ്പോൾ മകൾ വന്നിറങ്ങും, അച്ഛൻ ഇവളെയും കൊണ്ട് വീട്ടിൽ പോകും. ഇതായിരുന്നു മതി. അല്ലാതെ പുറകെ ഒരുത്തം വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം അങ്ങനെയല്ല, പുറകെ നടക്കുന്നത് സ്റ്റാക്കിങ് കുറ്റകരമാണ്. അപ്പം ഇതൊക്കെ വന്നിട്ട് എത്ര കാലമായി? സ്റ്റാക്കിങ് കുറ്റകരമായിട്ട് എനിക്ക് തോന്നുന്നു 2012 നിർഭയ കേസും അതേ തുടർന്ന് കമ്മിറ്റിയും ശുപാർശയും പിന്നെ മോഡിഫിക്കേഷനും ഒക്കെ വന്നപ്പോഴാണ് 2013 ഒക്കെ ആയി വന്നത്. ഇത് ഇവരുടെ ഗണേശൻ്റെ ഭാര്യ ഇന്നലെ വളരെ വികാരഭരിതയായിട്ട് സംസാരിച്ചു. മഹാമോശമായ പെരുമാറ്റമൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു. ഇന്ന് അത് തീർന്നു, ഞങ്ങൾ തമ്മിൽ ഒത്തുതീർപ്പായി എന്ന് പറഞ്ഞു. ശരി, അതുകൊണ്ട് അവരുടെ കുടുംബകാര്യം എന്നുള്ള നിലയ്ക്ക് അത് തീർന്നു. പക്ഷേ അതിൻ്റെ രാഷ്ട്രീയമോ നിയമമോ തീർന്നിട്ടില്ല. 112 ഈ പറഞ്ഞ ബിന്ദു മേനോൻ വിളിച്ച നിമിഷം അതൊരു ക്രൈമായി കഴിഞ്ഞു. പോലീസ് അത് രജിസ്റ്റർ ചെയ്തില്ല എന്നുള്ളത് പോലീസിൻ്റെ വീഴ്ചയാണ്. ഞാനാണ് സ്റ്റേറ്റ് പോലീസ് ചീഫെങ്കിൽ ഞാൻ പറയും FIR എവിടെ ചോദിക്കും. സാർ അവർക്ക് പരാതിയില്ല എന്ന് പറഞ്ഞു. പരാതിയില്ല എന്ന് പറഞ്ഞത് പിന്നീടല്ലേ, പരാതി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ താനിട്ട FIR അതിൻ്റെ കോപ്പി കാണിക്കും. അതിട്ടില്ല സാർ. എന്തുകൊണ്ടിട്ടില്ല സാർ? ആ പ്രശ്നം തീർന്നു എന്നല്ല ഞാൻ ചോദിക്കുന്നത്. 112 വിളിച്ച് പരാതി പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരു FIR ഇടണമല്ലോ, ആ FIR എവിടെ? അല്ല, അത് പരാതി എഴുതി തന്നിട്ടില്ലെന്ന് എവിടെ പറഞ്ഞിരിക്കുന്നു? BNSS എടുക്ക്, അതിലെ വാക്കുകൾ എന്താ? എനി കംപ്ലയിൻറ്റ് ഷാൽ ബി റെഡ്യൂസ് ടു റൈറ്റിംഗ് ബൈ ഹൂം? പോലീസിൻ്റെ ഡ്യൂട്ടിയാണ്. വൈദ്യത്തിനറിയാമോ, നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി എഴുതി കൊടുക്കണമെന്നില്ല, നിയമത്തിലില്ല. നമ്മൾ വാ കൊണ്ട് പരാതി പറഞ്ഞാൽ മതി. അത് എഴുതേണ്ടത് പോലീസുകാരനാണ്. അതിനാണ് റൈറ്റർ. സ്റ്റേഷനിൽ എഴുതിയെടുക്കേണ്ട ചുമതല അവരുടെയാണ്. ഇത് ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, പരാതി പറയാൻ വരുന്ന സ്ത്രീയോ പുരുഷനോ ആരുമായിക്കോട്ടെ 110 കാര്യങ്ങൾ പറയും. അതൊന്നും പരാതിയായിരിക്കില്ല. പരാതിയുടെ കാമ്പ്
എഴുതി എടുക്കേണ്ടത് പോലീസുകാരുടെ ഡ്യൂട്ടിയാണ്. ഒരു സാധാരണ മനുഷ്യൻ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ എന്താ കാര്യം ചോദിച്ചാൽ, സാറിനറിയാമല്ലോ ഞാനൊരു പഞ്ചപാവമാണ്, സാർ എത്രയോ തവണ എൻ്റെ കടയിൽ വന്ന് ചായ കുടിച്ചിരിക്കുന്നു, ശരി തൻ്റെ പരാതി എന്താണെന്ന് പറയും, ഇപ്പോൾ ഇവിടെ വരാൻ കാര്യം എന്താ? സാറേ ഇന്നലെ ഞാൻ വരുമ്പോൾ ഞാൻ സാധാരണ വരുന്നത് സാറിനറിയാമല്ലോ, വടക്കുന്നുള്ള ആ വഴിയിൽ വന്നിട്ട് നമ്മുടെ റോഡിൽ കയറുന്നതാണ്. ശരി എന്തുമായി തൻ്റെ പരാതി എന്താണെന്ന് പറയും. ഈ മനുഷ്യൻ പരാതി ഒഴിച്ച് ബാക്കിയെല്ലാം പറയും. ഇതൊക്കെ സാധാരണ മനുഷ്യൻ്റെ സ്വഭാവമാണ്. അവന് മാറ്റർ പറയില്ല, അതിൻ്റെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ് ഈ പരാതി എന്താണെന്ന് മനസ്സിലാക്കി അത് എഴുതിയെടുത്ത് പരാതിയാക്കുക, ഇതാണ് പോലീസിൻ്റെ ജോലി. അപ്പോൾ 112 വിളിച്ചപ്പോൾ അതിനൊരു FIR അവരിടണം. അതിന് ഇവർ എഴുതി കൊടുക്കേണ്ട കാര്യമില്ല. ഇറ്റ്സ് എ ക്രൈം. അവരുടെ ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു, ഇറ്റ് ഇസ് എ ക്രൈം. അവർ ഭർത്താവുമായിട്ട് ഒത്തുതീർപ്പായോ വേറെ കാര്യം, ഫോൺ പറിക്കാൻ ശ്രമിച്ചത് ഒരു കുറ്റമാണ്. ഇത് നമ്മുടെ സൗമ്യ വധക്കേസിൽ സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതി 3 വർഷം അഡീഷണലായിട്ട് ഗോവിന്ദച്ചാമിയെ ശിക്ഷിച്ചു. എന്തിനാണെന്നറിയാമോ? സൗമ്യയുടെ മൊബൈൽ ഫോൺ ഇയാൾ തട്ടിയെടുത്തിട്ട് അത് കൊണ്ടുപോയി വിറ്റ് 3000 രൂപ മേടിച്ചു. ആ കുറ്റം കീഴ്ക്കോടതിയും ഹൈക്കോടതിയും അവഗണിച്ചിരുന്നു. സുപ്രീം കോടതിയാണ് ആ കുറ്റം കണ്ടുപിടിക്കുന്നത്. അല്ല, ജീവപര്യന്തം കിടക്കുന്ന ആളിന് ഇനി 3 വർഷം തടവ്, അതെന്ത് വാങ്ങിക്കോട്ടെ, നിയമം അനുസരിച്ച് അയാൾ ആ കുറ്റം ചെയ്തു, അതിൻ്റെ ശിക്ഷയും കൊടുക്കണം. അല്ലാതെ ഏതായാലും തൂക്കിക്കൊല്ലാൻ പോകില്ല, പിന്നെ മറ്റേ കുറ്റത്തിനും ശിക്ഷ ഇതിന് അങ്ങനെയല്ല. ഓരോ കുറ്റത്തിനും ശിക്ഷയുണ്ട്. കോടതി വിധികൾ വായിച്ച് നോക്കിയാൽ അറിയാം, ഇന്ന കാര്യം ചെയ്തതിന് ഇന്ന ശിക്ഷ, കുത്തിക്കൊന്നതിന് ശിക്ഷ ഇന്നത്, ഗൂഢാലോചനയ്ക്ക് ഇന്ന ശിക്ഷ, ഭയപ്പെടുത്തിയതിന് ഇന്ന ശിക്ഷ, ഭവനഭേദനം, വീട് തുറന്നാണ് ഇവർ അകത്തേക്ക് കയറിയത്, ചവിട്ടി തുറന്ന്, അതിന് ശിക്ഷ. ഇങ്ങനെയാണ് എഴുതുന്നത്. അതുപോലെ ബിന്ദു മേനോൻ വിളിച്ചു പറഞ്ഞ പരാതി, അതിലെന്താ പറഞ്ഞത്? മൊബൈൽ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു, ഭീഷണിപ്പെടുത്തി, വാതിൽ പൂട്ടിയിട്ടു, ഇതെല്ലാം ക്രൈമാണ്. വാതിൽ പൂട്ടിയിടുകയാണ് ഇൻറ്റിമിഡേഷൻ, പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ ഒരാളെ പൂട്ടിയിടുക. ഇതെല്ലാം, ഈ കുറ്റമെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫോ ആരാണെന്ന് വെച്ചാൽ അവർ ചെയ്തിട്ടുണ്ട്. ആ കുറ്റത്തിന് FIR ഉണ്ട്, അതിൽ അന്വേഷണം വേണ്ടേ, അതിൽ കുറ്റപത്രം വേണ്ടേ, അവരെ ശിക്ഷിക്കണ്ടേ? അതിപ്പോൾ ഒരാഴ്ചയോ അല്ല തടവ് ശിക്ഷ, ഒരാഴ്ചയെങ്കിൽ ഒരാഴ്ച കുറ്റത്തിന് ഒരു ശിക്ഷയുണ്ട്, ആ ശിക്ഷ അവർക്ക് കിട്ടണം. If I am the state police chief, I would have been ensuring that this process of law is taking place. But I don't know about our present SPC. Whether he will do it, it is up to him. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക് ഒത്തുതീർപ്പാകുന്നത് വലിയ കാര്യമൊന്നുമല്ല, ഡെയിലി നടക്കുന്നതാണ്. ഇനിയും വഴക്കുണ്ടാകും, ഇനിയും ഒത്തുതീർപ്പാകും. ഗണേഷ് കുമാറിൻ്റെ ഹിസ്റ്ററി ഞാൻ പറയുന്നത്, ഇതൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ ബിന്ദു മേനോൻ ഇയാളെ കല്യാണം കഴിച്ചത്. പിന്നെ ഇനിയിപ്പോൾ എന്ത് പരാതിയാണ്? ഇങ്ങനെ ചെയ്യുന്ന ആളാണെന്ന് പണ്ട് ഇദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ പറയുന്നുണ്ട്. അവരെ തല്ലിയ കാര്യം പറയുന്നു, അവർ ബാൻഡേഡിട്ട് സംസാരിക്കുന്നുണ്ട്, ഇതിൻ്റെ വീഡിയോ ഉണ്ട്, നാട്ടുകാർ മുഴുവൻ കണ്ടതാണ്. അന്ന് തന്നെ ഇതെല്ലാം കൂടെ ചെളിയും കുളവുമായിട്ട് ഗണേഷ് കുമാർ രാജിവെച്ചതാണ്. നൗ വാട്ട് ഈസ് ന്യൂ അബൌട്ട് ദിസ് തിങ്? ശരി, വെൻ യു ഡിഡ് ദാറ്റ്, നിങ്ങൾ ഒത്തുതീർപ്പാക്കി, ശരി. ബട്ട് പോലീസിന് കേസ് ഒത്തുതീർപ്പാക്കാൻ പാടില്ല, അവർ കേസ് രജിസ്റ്റർ ചെയ്ത് തന്നെ വേണം. ഇനി ഗണേഷ് കുമാർ രാജിവെക്കണോ എന്നുള്ള ചോദ്യം, ഇൻ ദ ഫിറ്റ്നസ് ഓഫ് തിങ്സ് അങ്ങനെ രാജിവെക്കുന്നതാണ് നല്ലത്. നിയമപരമായിട്ട് രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല. ധാർമ്മികമായിട്ട് രാജിവെക്കണം എന്ന് പറഞ്ഞാൽ, ധാർമ്മികത ഓരോ മനുഷ്യൻ്റെയാണ്, അയാളാണ് തീരുമാനിക്കേണ്ടത്. നിയമത്തിൽ രാജി പറഞ്ഞിട്ടൊന്നുമില്ലെങ്കിലും എനിക്കിനി തുടരാനുള്ള ധാർമ്മിക അവകാശമില്ല, ഞാൻ രാജിവെക്കുകയാണ് എന്ന് പറയേണ്ടതൊരു വ്യക്തിയാണ്. അല്ലെങ്കിൽ പിണറായി വിജയനാണ്. ഈ കേസിൽ പിണറായി വിജയൻ അത് പറയണം. കാരണം പിണറായി വിജയൻ ശശീന്ദ്രനെ രാജിവെപ്പിച്ച ആളാണ്. എന്തിനായിരുന്നു? പൂച്ചക്കുട്ടി ഒരു വോയിസ് ക്ലിപ്പ് പുറത്താണ്. അത് ശശീന്ദ്രൻ്റെ ആണോ അല്ലയോ എന്ന് ഇന്നും ഉറപ്പില്ല. ഒരന്വേഷണം നടന്നിട്ടില്ല. ശശീന്ദ്രൻ ഇമ്മീഡിയറ്റ് രാജി കൊടുത്തു, അതോ വാങ്ങിയതോ? ഇഡിറ്റ് ദാറ്റ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പൂച്ച പോലെ ശശീന്ദ്രൻ വീണ്ടും മന്ത്രിയായി. ഇതെന്ത് ധാർമ്മികത? ശരി, അതേ ധാർമ്മികത ഇവിടെ കാണിക്കുക. ഗണേഷ് കുമാറിനോട് രാജിവെക്കും, രാജി നടൂ.
സാർ ഞാനിപ്പോൾ രാജി തന്നാൽ മറ്റന്നാൾ വന്ന് കയറിക്കോ, വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാമല്ലോ. തെരഞ്ഞെടുപ്പൊക്കെ ഇനി വരുന്നില്ലേ ഉള്ളൂ. അപ്പോഴും മുഖ്യമന്ത്രിയുടെ പ്രിവിലേജസ് പവേഴ്സ് എല്ലാം അങ്ങേരുടെ കയ്യിലുണ്ട്. ഗണേഷ് കുമാറിനെ കൊണ്ട് ഇന്ന് രാജിവെപ്പിക്കുക, മറ്റന്നാളെ തിരിച്ച്. ഏതായാലും അധമന്മാരുടെ ഒരു വൃത്തികെട്ട മന്ത്രിസഭയായി കഴിഞ്ഞു. ഇതിൽ നടക്കാത്ത കൊളത് കഴിയൊന്നുമില്ല. അതുകൊണ്ട് പേരിന് ഒന്ന് ഗണേഷ് കുമാറിനോട് രാജിവെക്കാൻ പറയുക, 2 ദിവസം കഴിഞ്ഞ് തിരിച്ച് മന്ത്രിയാവാൻ പറയും. ആകെ എന്താ, ഗണേഷ് കുമാർ നടത്താൻ പോകുന്ന ചില ഉദ്ഘാടനങ്ങൾ മുടങ്ങിപ്പോകും, ഇത്രയല്ലേ ഉള്ളൂ. ഇവർ ഉദ്ഘാടിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല. ഞാൻ വയനാട് ചുരമുണ്ടല്ലോ, വയനാട് ചുരത്തിൻ്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നു. ഇപ്പം മറ്റേ ഒരു സത്വം പോലത്തെ യന്ത്രം പോലത്തെ ഒരു മനുഷ്യനിങ്ങനെ വലിയ പരസ്യമാണല്ലോ ഡെയിലി, അയാൾ എന്തൊക്കെയോ ചെയ്യുന്നതായിട്ട്. ഇത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ വായിച്ചത്ത് ഞാൻ വിചാരിച്ചു വയനാട് ചുരം പണിഞ്ഞ് തീർന്നു. അതിൽ ഇതൊക്കെയുണ്ട്: സമയലാഭം 1.5 മണിക്കൂർ, ദൂരലാഭം 20 കിലോമീറ്റർ, അത് ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു അടിപൊളി. പിന്നെ ഈ ഉദ്ഘാടനം നേരിട്ട് ഞാൻ ടി വിയിൽ കണ്ടപ്പോഴാണ് ആദ്യത്തെ ഡൈനമിറ്റ് വെച്ച് പൊട്ടിക്കുന്നു. തുരങ്കം ഉണ്ടാക്കാൻ ഡൈനമിറ്റ് വയ്ക്കാനായിട്ട് ഈ മുഖ്യമന്ത്രി പോകണം. ഇങ്ങനെ എന്താ ഡൈനമിറ്റിൻ്റെ വിദഗ്ധന, ഇനി ആയിരിക്കുക സ്ഫോടനത്തിൻ്റെ വിദഗ്ധനായിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. ഇതെന്ത് ഭ്രാന്താണ്? ആദ്യത്തെ സ്ഫോടനം പിണറായി വിജയൻ നടത്തുന്നത്. ഒരു മന്ത്രി ഒരു സ്ഫോടനം ഉദ്ഘാടനം ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു അധമകൃത്യമാണെന്ന് ആലോചിച്ച് നോക്കി. അതൊക്കെ എഞ്ചിനീയർമാർ, അതിന് ബന്ധപ്പെട്ട ആൾക്കാർ. ഈ ടണൽ തീർന്നു കഴിയുമ്പോൾ ഉദ്ഘാടനം നമുക്ക് മനസ്സിലാകും. ഈ ടണലിൻ്റെ ആദ്യത്തെ വെടി പൊട്ടിക്കാനായിട്ട് ഉദ്ഘാടനം എന്താണ്? ഈ ഭോഷ്ക്കെല്ലാം നടക്കുമ്പോൾ കൂടെ അടുത്ത ഭോഷ്ക്കും കൂടെ ആകട്ടെ എന്ന് ഗണേഷ് കുമാർ രാജിവെക്കുന്നു, മറ്റന്നാൾ തിരിച്ചു വരുന്നു. കാരണം പുള്ളിയുടെ ഭാര്യ പറഞ്ഞു പുള്ളി യോഗ്യനാണെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ശരി, തിരിച്ചെടുക്കാമെന്ന് എനിക്ക്. ഭാര്യയാണല്ലോ ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കും. ഇന്നിപ്പോൾ ഭാര്യ പറയുന്നു ഒരു പ്രശ്നമില്ല, ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നമില്ല, പിന്നെ എന്തിനും മനുഷ്യനെ മെനക്കെടുത്തത്. ഞാൻ വൈകാരികമായിട്ട് പ്രതികരിക്കുകയാണെങ്കിൽ അവർ ചെയ്യേണ്ട വാളകത്തെ ആ വീട്ടിൽ നിലവിളിക്കുക, അയൽവക്കത്തുകാരെ വിളിച്ചിട്ട്. ആരെങ്കിലും ഓടിവായോ ഈ മനുഷ്യനെ എന്നെ തല്ലി കൊല്ലാൻ പോണേ, അതാണല്ലോ ചെയ്യുന്നത്. ഞാനിങ്ങനെ പണ്ട് ഞാൻ എൻ്റെ ഗ്രാമപ്രദേശത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോകുന്നു. വീടെത്താറായപ്പോൾ ഒരു വീട്ടിൽ ഒരു ഭർത്താവ് ഭാര്യയെ ഇടിക്കുന്നു, ശരിക്കും കുനിച്ചു നിർത്തി മുട്ടുകൈ കൊണ്ട് ഇങ്ങനെ. അവർ നിലവിളിക്കുന്നു, ഓ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നു. ഞാനാകെ പരിഭ്രമിച്ചു പോയി. ഞാനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ ഓടി കൂട്ടുകാരൻ്റെ വീട്ടിൽ കയറി. അവനെ കാണുന്നതിന് മുമ്പേ അവൻ്റെ അമ്മയെ കണ്ടു മുറ്റത്ത്. ഞാൻ പറഞ്ഞു നിലവിളി കേൾക്കുന്നില്ല. അവർ പറഞ്ഞു എടാ അത് ദിവസമുള്ളത്, നീ അത് കണ്ട് പേടിച്ചു പോയ. ആ ദിവസം പുള്ളിക്ക് രാവിലെ ഷാപ്പിലൊരു പോക്കുണ്ട്, പോയൊരു 11:30 ആകുമ്പോൾ തിരിച്ചു വരും. മുറ്റത്തിട്ട് നാട്ടുകാർ കാണുക ഭാര്യയെ 4 ഇടി ഇടിക്കും. പിന്നെ വൈകുന്നേരം ഒരു പോക്കുണ്ട്, അത് രാത്രിയെ തിരിച്ചു വരുള്ളൂ, അപ്പോഴും ഇടിക്കും. അത് മുറിക്കകത്താണ്. ഇത് പതിവാണ്, നീ അതൊന്നും കണ്ട് പേടിക്കേണ്ടതെന്ന്. ഇതുപോലെ പതിവാണെങ്കിൽ ആ ഭാര്യ അയൽവക്കത്തുള്ളവർ മാത്രം കേൾക്കാനായിട്ടൊരു നിലവിളി, ഒരു സ്റ്റാറ്റ്യൂട്ടറി നിലവിളിയാണത്. അവർക്ക് വലിയ, കാരണം അവർക്കും ശീലമായി ഇടി കിട്ടിയിട്ട്. അപ്പോൾ അവർ നിലവിളിക്കും. ഇതെല്ലാവർക്കും അറിയാൻ ചുറ്റുവട്ടത്ത്. അതുകൊണ്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ മാത്രം ഇത് ആദ്യം കണ്ടുകൊണ്ട് പരിഭ്രമിച്ച് ഓടിയതാണ്. പിന്നെ എനിക്കും ഈ പരിഭ്രമമില്ല, അത് കഴിഞ്ഞു. അതുപോലെ ഇവർക്കും അങ്ങനെ 2 നിലവിളി അവിടെ വാളകത്തെ വീട്ടിൽ നടത്തിയിട്ട് ഇത് അവസാനിപ്പിക്കാമായിരുന്നു. ഇത് നാട് നിങ്ങൾ മാറ്റിക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പം എല്ലാം നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്? അല്ല ഞങ്ങൾ ഏഷ്യാനെറ്റിൽ നിന്ന് പോളോ അവിടെ നിന്ന്, ഇവിടെ ഒരു പ്രശ്നമില്ലെന്നും. ഇതേ ഏഷ്യാനെറ്റ് വഴിക്കാണ് ഇവരിത് പരസ്യമാക്കിയത്. ആ ഏഷ്യാനെറ്റിൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ട ഗതികേടാക്കി. നടക്കട്ടെ നാടകങ്ങൾ. മന്ത്രി ഗണേഷ് കുമാർ പിന്നെ ഏറ്റവും മികച്ച 3ാമത്തെ മന്ത്രി എന്നൊക്കെയാണ് സർവേ റിപ്പോർട്ട്. അല്ല, ഈ സർവേ റിപ്പോർട്ടൊക്കെ പറയുന്നതൊക്കെ ഉണ്ടാക്കിയെടുത്ത റിപ്പോർട്ടായി. ഒരു കാര്യത്തിൽ ഞാൻ സമ്മതിക്കുന്നു ഗണേഷ് കുമാറിനെ. പുള്ളി ഉദാഹരണമായിട്ടെടുത്ത വ്യക്തികളുടെ ഒരാൾ ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു പറ്റിയ ഉദാഹരണമാണ് ഇതിന്. പറ്റിയ ഉദാഹരണം. കേരളത്തിൽ ഇതൊന്ന് ചർച്ച ചെയ്യേണ്ടതാണ്. കേരളത്തിലെ അഭിനവ ജവഹർലാൽ നെഹ്റു ഗണേഷ് കുമാർ, ജവഹർലാൽ നെഹ്റുവിന് അദ്ദേഹത്തിൻ്റെ കാലടിപ്പാതകൾ പിന്തുടർന്നാൽ എവിടെ എത്താം എന്നുള്ളതിൻ്റെ ഉദാഹരണം ഗണേഷ് കുമാറാണ്. ഗണേഷ് കുമാർ അത് അക്നോളജ് ചെയ്യുന്നു. കേരളത്തിൽ നമുക്ക് ഗാന്ധി ഒരുപാടുണ്ട്. VM സുധീരൻ ഗാന്ധി,
VT ബൽറാം ഗാന്ധി, ഇപ്പം വഴിയെ പോകാനൊക്കെ ഗാന്ധിയാണ്. മഹാത്മാഗാന്ധി മുട്ടി വഴി നടക്കാൻ പറ്റില്ല. നെഹ്റു ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നെഹ്റു പുറത്ത് ചാടിയത്. അതുകൊണ്ട് സത്യം നിങ്ങൾ നെഹ്റുവിൻ്റെ ചരിത്രം നോക്കിക്കോ. സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യട്ടെ, മെയിൻ സ്ട്രീം മീഡിയ തൊടുകില്ല ആൾ നെഹ്റു ആയതുകൊണ്ട്. സോഷ്യൽ മീഡിയയ്ക്ക് ചർച്ച ചെയ്യാമല്ലോ. സോഷ്യൽ മീഡിയ ഒന്ന് ചർച്ച ചെയ്യട്ടെ. നെഹ്റുവിൻ്റെ ഈ ലീലകൾ, ഗണേഷ് കുമാറിൻ്റെ ലീലകൾ. ഞാനല്ല നെഹ്റുവിനെയും ഗണേഷ് കുമാറിനെയും താരതമ്യം ചെയ്തത് ഗണേഷ് കുമാറാണ്. എൻ്റെ തലയ്ക്ക് വരരുത്. ഗണേഷ് കുമാർ ആദ്യം എടുത്ത പേര്, പിന്നീട് പല പേരും പറഞ്ഞു, അത് കുട്ടിയാണ്, മണ്ണാങ്കട്ടയാണെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ നിൽക്കട്ടെ. ജവഹർലാൽ നെഹ്റു ആണല്ലോ അക്കൂട്ടത്തിൽ ഏറ്റവും ആദ്യം ഈ കലാപരിപാടിയുടെ ഉസ്താദ് അദ്ദേഹമാണ്. അപ്പോൾ അതൊന്ന് ചർച്ചയിൽ വരേണ്ടതാണത്.